ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതേപോലെ തന്നെ അള്ളാനെ മറക്കുന്ന പടച്ച റബ്ബിന്റെ ദീൻ വേണ്ടാത്ത പാർട്ടികള്, ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ റോൾ മോഡലാക്കി കാണിക്കും. ഇല്ലേ, അവർക്ക് വേണ്ടി മരിക്കും, അവർക്ക് വേണ്ടി എന്തും ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കൊക്കെ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, മിണ്ടിയാ മതി, എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. അതേ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വേണ്ടി നേതാക്കന്മാരൊക്കെ കുറിച്ച് പറഞ്ഞാൽ രക്തമങ്ങ് തിളക്കും. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞാൽ, മുത്തായ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ഖുർആനിനെ അവഹേളിച്ചാൽ ഒന്നുമില്ല. നാം അംഗീകരിക്കുന്ന നമ്മുടെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ രക്തമങ്ങ് തിളക്കും. ഇല്ലേ, എന്റെ പ്രിയപ്പെട്ടവർ, 1400 വർഷം മുമ്പ് മുത്തായ തങ്ങൾക്ക് ഇറക്കപ്പെട്ട, ലോകത്തിന് ഇറക്കപ്പെട്ട ഖുർആനില് അല്ലാഹു പറയുകയാണ്, ഓരോ അണികളും വിളിച്ചു പറയും, ഓരോ പാവങ്ങളും വിളിച്ചു പറയും, അവരുടെ അധികാരികളായ മേലാളന്മാരോട് വിളിച്ചു പറയുകയാണ്, ഇന്നാ കുന്നാലക്കും, ഞങ്ങളായിരുന്നില്ലേ തബാൻ, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയവരായിരുന്നില്ലേ, നിങ്ങളുടെ അണികളായിരുന്നില്ലേ ഞങ്ങള്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കുമോ, ഞങ്ങൾക്കൊരു ശഫാഅത്ത് ചെയ്യുമോ, ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ? അല്ലാഹു പറയുകയാണ്, മിൻ അദാബില്ലാഹി മിൻ ശൈഅ, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷിക്കുമോ? ഞങ്ങൾ നിങ്ങളുടെ പ്രജകളായിരുന്നില്ലേ, നിങ്ങൾ മിണ്ടുമ്പോ, നിങ്ങൾ അനങ്ങാൻ പറയുമ്പോ, നിങ്ങൾ കൊല്ലാൻ പറയുമ്പോ, നിങ്ങൾ തർക്കിക്കാൻ പറയുമ്പോ, നിങ്ങൾ കലാപം ഉണ്ടാക്കാൻ പറയുമ്പോ, നിങ്ങൾ പറഞ്ഞു കേട്ട പ്രജകളായിരുന്നില്ലേ ഞങ്ങള്, ഈ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ നേതാക്കന്മാരോട് വിളിച്ചു പറയുന്ന അള്ളാന്റെ ഖുർആൻ പറയുകയാ. പടച്ച റബ്ബ് പറയുന്നു, ഖാലൂ, അന്നേരം നേതാക്കന്മാര് പറയും, ലോ ഹദാനല്ലാഹു ലഹദൈനാകും, ഞങ്ങൾക്ക് സന്മാർഗം കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾ നേരെയായിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നേരെയാക്കിയേനെ. അവര് പറയേ, ഞങ്ങൾ നേരെയായിരുന്നില്ലല്ലോ, ഞങ്ങളെ നേരെയാക്കിയിട്ടില്ല, ഞങ്ങൾ നേരെയായിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നേരെയാക്കിയേനെ എന്ന് നമ്മുടെ നേതാക്കന്മാര്, ദുനിയാവിലെ നേതാക്കന്മാരെ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പറയാ. അന്നവര് പറയും, മാലനാ മിൻ മഹീസ്, യാതൊരു മാർഗമില്ല കേട്ടോ. അള്ളാനെ മറന്ന്, മുത്തായ തങ്ങളെ മറന്ന്, ദീൻ മറന്ന് പ്രവർത്തിക്കുമ്പോ അവര് നാളെ കൊണ്ടുവരും പടച്ച റബ്ബ്. അതാണ് നീതിപരമായ കോടതി എന്ന് പറഞ്ഞ അള്ളാന്റെ ഖുർആൻ. മുത്തായ തങ്ങൾ പറയാ, ഈ ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ഒരു ആട് കൊമ്പില്ലാത്ത ഒരു ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആടിനെ രണ്ടും നാളെ അള്ളാന്റെ കോടതിയിൽ കൊണ്ടുവരും. പടച്ച റബ്ബ് പറയും, കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് പറയും, ആ കൊമ്പുള്ള ആടിനെ കുത്താൻ പറയും. അള്ളാന്റെ റസൂല് പറയാ, അതാണ് നീതിപരമായ കോടതി. അവിടെ കൊണ്ടുവരും ഈ നേതാക്കന്മാരെ അള്ളാഹ്, എല്ലാവരെ കൊണ്ടുവരും. അത് ഇസ്ലാമിക ഗ്രൂപ്പിന്റെ ആകട്ടെ, സംഘടനകളാകട്ടെ, എന്നിട്ട് പറയും അവരോട്, ഈ പാപങ്ങൾ, പ്രജകൾ, അണികളൊക്കെ പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയാം. അവര് പറയും, യാതൊരു മാർഗമില്ല എന്ന് പറയുമെന്ന് അള്ളാന്റെ ഖുർആൻ തന്നെ പറയാം. ഇതൊക്കെ പോരെ എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുന്നവന് മനസ്സിലാക്കാൻ അള്ളാന്റെ ഖുർആൻ വ്യക്തമായി പറയാം. എന്നാൽ അങ്ങനെ നീതിപരമായ കോടതിയിലേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നവര്. അള്ളാന്റെ റസൂല് പറയാ, എല്ലാ മനുഷ്യരും, അള്ളാന്റെ ഖുർആൻ പറയുന്നു, എല്ലാ മനുഷ്യരെയും ആനയിക്കാൻ ഇതാ മലക്കിനെ ഏർപ്പെടുത്തിയിട്ട് അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വിഭാഗത്തെ പടച്ച റബ്ബ് നോക്കില്ല, ഒരു വിഭാഗത്തെ നോട്ടമില്ല, സംസാരമില്ല, ഒരു വിഭാഗത്തോട് സംസ്കരണമില്ല. അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു അതിഥികളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു ആളുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ അവനെ ഒഴിഞ്ഞ മുറിയിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് നിന്ദിക്കുന്നത് പോലെ, മോശക്കാരനാക്കുന്നത് പോലെ ഒരു വിഭാഗത്തെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അള്ളാന്റെ നോട്ടമില്ലാതെ, അള്ളാന്റെ സംസാരമില്ലാതെ, അള്ളാഹ് വെറുപ്പോടെ മാറ്റി നിർത്തുന്ന വിഭാഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു വരുന്ന സംസാരമില്ലാതെ മാറ്റി നിർത്തുന്ന ഒന്നാമത്തെ വിഭാഗം ഏതാ? അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ വിഭാഗം അള്ളാന്റെ റസൂല് പറയുകയാണ്, അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, ഖാലൂ യാ റസൂലല്ലാഹ്,
എന്താണ് ശൈഖുൻ സാനി? ആരാ? അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ശൈഖുൻ സാനി എന്ന് പറഞ്ഞാൽ വയോവൃദ്ധനായ വയസ്സായ വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാം. വയസ്സായ വ്യഭിചാരി, ചിന്തിക്കണേ, അള്ളാന്റെ കോടതിയിൽ പടച്ചറബ് വെറുപ്പോടെ സംസാരിക്കാതെ മാറ്റി നിർത്തുന്ന വിഭാഗത്തില് ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് വാർദ്ധക്യത്തിലേക്ക് കടന്നു വന്ന വ്യഭിചാരിയാണെന്ന് ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാർദ്ധക്യത്തിലേക്ക് കടന്നു വന്ന വ്യഭിചാരി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും ചിലപ്പോൾ 100 വയസ്സ് 95 വയസ്സൊക്കെ ആയ മതിയല്ലോ. അതാണല്ലോ വാർദ്ധക്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ. വാർദ്ധക്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കാതെ 75, 80, 95, 100 അതൊക്കെയായിരിക്കും വാർദ്ധക്യം എന്നുദ്ദേശിച്ച. തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ, അതല്ല വാർദ്ധക്യം. സ്വർഗത്തിലെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിലെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം 33 വയസ്സാണ്. മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലെ യുവാക്കളുടെ വയസ്സ് 33 എങ്കിൽ വാർദ്ധക്യം എന്ന് പറയുന്ന വയസ്സായ ഒന്നാമത്തെ വിഭാഗം ശൈഖുൻ സാനി എന്ന വിഭാഗത്തിൽ ഏർപ്പെടുന്നത് 40 വയസ്സിനപ്പുറത്താണ്. സുബ്ഹാനല്ലാഹ്, 40 വയസ്സിനപ്പുറത്തേക്കാ. ചിന്തിക്കണേ, 40 വയസ്സിനപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം ചിന്തിക്കുക. എനിക്കും നിങ്ങൾക്ക് 40 വയസ്സിനപ്പുറത്തേട്ട് നിങ്ങൾ കടന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, 39 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണോ നിങ്ങള്? 39 വയസ്സ് കഴിഞ്ഞ് 40ാമത്തെ വയസ്സിലേക്ക് കടന്നവരാണോ നിങ്ങള്? അള്ളാന്റെ റസൂല് പറയുന്നു, എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റിനും ഓരോ പാവങ്ങൾക്കും ഇരട്ടി ശിക്ഷയാണെന്ന് മുഹമ്മദ് മുസ്തഫ. 39 വയസ്സിന് വരെ ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ അവനുള്ളൂ. 40 വയസ്സും അതിനപ്പുറത്തേട്ട് കടന്നാൽ എന്ത് തെറ്റ് ചെയ്യുന്നോ, എന്ത് തെറ്റിലേക്ക് ഏർപ്പെടുന്നോ അവന് 2 ഇരട്ടി ശിക്ഷയാണെന്ന് ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, 40 വയസ്സിനായിട്ട് അപ്പുറത്ത് കടന്നാൽ അവന് ഉദറില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഉദറില്ലെന്ന് പറഞ്ഞാൽ 39 വയസ്സ് വരെ അവൻ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് മാറാം, എന്തെങ്കിലുമൊക്കെ ഉദറുണ്ടാകും. കാരണങ്ങൾ ഇപ്പൊ പറയാറുണ്ടല്ലോ, ശക്തമായ മഴയാണെങ്കിൽ, അടിച്ചു വീശുന്ന കാറ്റും ഇടിയും മിന്നലാണെങ്കിൽ ജമാഅത്തിൽ ഒഴിവാകാന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഉദറുകളുണ്ട് ചില കാര്യങ്ങൾക്ക്. 40 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണോ അവന് ഉദറേയില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രല്ല, എന്ത് തെറ്റ് ചെയ്യുന്നു സാധാരണ 39 വയസ്സ് വരെ കിട്ടിയവന്റെ ശിക്ഷക്ക് നേരെ ഇരട്ടി ശിക്ഷയാണെന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ കാര്യമാണ് പറയണേ? 40 വയസ്സ് കഴിഞ്ഞവരെ വൃദ്ധന്മാരുടെ സദസ്സിലപ്പെടുത്തിയേക്കണേ. 40 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാര്, അങ്ങനെയുള്ള 40 വയസ്സ് കഴിഞ്ഞ വ്യഭിചാരത്തിലേക്ക് ഏർപ്പെട്ട മനുഷ്യനെ കുറിച്ചാ പറയണം. അവനാണ് നാളെ അള്ളാന്റെ കോടതിയിൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ, അള്ളാന്റെ കോടതിയിൽ മാറ്റി നിർത്തപ്പെട്ടവൻ. ഇപ്പൊ ചോദിക്കും, വ്യഭിചാരല്ലേ? എങ്ങനെയാ വ്യഭിചാരം എന്ന് വരുന്നുണ്ട്? മുത്തായി തങ്ങൾ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാ വ്യഭിചാരം എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, 40 വയസ്സ് കഴിഞ്ഞ അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, 40 വയസ്സായി കഴിഞ്ഞാൽ ഒരു തെറ്റിന് ഡബിൾ ഇരട്ടി ശിക്ഷയാണ് എങ്കിൽ 50ാമത്തെ വയസ്സിലേക്ക് കടന്നു വന്നാൽ അള്ളാന്റെ റസൂല് പറയുന്നു, 50 വയസ്സ് കഴിഞ്ഞ മനുഷ്യന്റെ ചിന്ത എന്തായിരിക്കണം? ഹബീബ് പറയുകയാ, അവൻ ഖബറിൽ കിടക്കുന്ന ഈ പള്ളിയുടെ ചുറ്റുമുള്ള ഏകതയുടെ മൂകതയുള്ള ശ്മശാന നഗരി 6 അടി മണ്ണ് കണ്ടവരാ ഞാനും നിങ്ങളും, പുള്ളക്കബർ കണ്ടവരാ ഞാനും നിങ്ങളും. അള്ളാന്റെ റസൂല് പറയുകയാ, ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയെ പോലെ 40 വയസ്സുള്ളവൻ 50 വയസ്സുള്ളവൻ ജീവിക്കണേ മുഹമ്മദ് മുസ്തഫ. 50 വയസ്സും അതിനപ്പുറത്തേക്കും കടന്നാൽ അവൻ ഖബറാളിയായിട്ട് ജീവിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ചിന്തിക്കണേ, ശൈഖുൻ സാനി എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരണേ. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഖബറാളിയായിട്ട് ജീവിച്ചോളണം. പടച്ചോനെ, എന്റെ ഇരുട്ടമാണ്, ആരുമില്ല, എന്റെ കൂടെ ആരുമില്ല, റബ്ബേ അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കണം. വീണ്ടും അള്ളാന്റെ റസൂല് പറയുന്നു, 60ാമത്തെ വയസ്സിലേക്ക് കടന്ന മനുഷ്യ, 60ാമത്തെ വയസ്സും
60 വയസ്സ് കടന്നവരുമായ മനുഷ്യരുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ പറയുകയാണ്, പടച്ചറപ്പിന്റെ പരന്നു കിടക്കുന്ന പ്രവിശാലமான പാരാഭാരം പോലെ കിടക്കുന്ന പരലോകത്ത് നിൽക്കുന്നവനെ പോലെ ജീവിക്കണേ റബ്ബേ. എന്തൊരു അദാബാണ്, എന്തൊരു ദുരിതമാണ്, എന്തൊരു സങ്കടമാണ്, എന്തൊരു വേദനയാ. അല്ലാഹു പരലോകത്താ നിൽക്കുന്ന, ചെമ്പിന്റെ തറയുടെ മുകളിലാ നിൽക്കുന്ന. എനിക്ക് ആരുമില്ല റബ്ബേ. അള്ളാഹിലേക്ക് കൂടുതലായി അവൻ അടുത്തിട്ട് പരലോകത്ത് നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥയിൽ മാനസിക സ്ഥിതി അവന് വരണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 70 കഴിഞ്ഞാലോ അള്ളാന്റെ റസൂല് പറയുന്ന 70 വയസ്സും 70ന്റെ അപ്പുറത്തേക്ക് കടന്നാൽ, 70ന്റെ അപ്പുറത്തേക്ക് അവൻ ആയുസ് കിട്ടിയാൽ അള്ളാന്റെ റസൂല് പറയുകയാണ്, അവൻ ജഡ്ജ്മെന്റിന് തയ്യാറായി നിൽക്കുന്നവനെ പോലെ ജീവിക്കണേ. വഫരീഖും ഫിൽ ജന്നാ വഫരീഖും ഫിസ് സഈർ. അള്ളാന്റെ മുന്നില് ഞാൻ സ്വർഗത്തിലേക്കാണോ അല്ലാഹ്, നരകത്തിലേക്കാണോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ മുമ്പിൽ ഭയത്തോടെ ഭയവിഹ്വലനായി നിൽക്കുന്ന ഒരവസ്ഥയില്ലേ? പടച്ച റബ്ബേ, എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണ് റബ്ബേ, എന്റെ ഹാലെന്താണ് എന്ന ചിന്തയില് ഇല്ലേ? എങ്ങോട്ടാണ് പടച്ചോൻ? സ്വർഗാണോ നരകാണോ? ഒന്ന് രക്ഷിക്കണേ റബ്ബേ, രക്ഷിക്കണേ റബ്ബേ, ഇവിടെ നിന്ന് മാറ്റണേ റബ്ബേ എന്ന രീതിയിൽ പരലോകത്ത് നിൽക്കൂല്ലോ, ജഡ്ജ്മെന്റ് കാത്ത്, വിധി കാത്ത് നിൽക്കൂല്ലോ. അവനെ പോലെ 70 കഴിഞ്ഞ മനുഷ്യൻ ജീവിക്കണമെന്ന് ആദരവായ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ശൈഖന്മാരുടെ അവസ്ഥ, വയസ്സായവര്, വാർദ്ധക്യത്തിലേക്ക് കടന്നവര്, യുവാക്കള് ചെയ്താലല്ലേ ഇരട്ടിയുള്ളൂ, യുവാക്കളല്ലേ, അവർക്കല്ലേ ചോരത്തളപ്പ്, അവന്മാരെയാണ് പിടിച്ചു കെട്ടണ്ടേ എന്നൊക്കെ പറയുന്നവര് ചിന്തിക്കണേ. യുവാക്കളെയല്ല, യുവാക്കളുടെ അമലിന് കൂടുതൽ പ്രതിഫലമുണ്ട്, വൃദ്ധന്മാരുടെ അമലിന് പ്രതിഫലം കുറവാ. വൃദ്ധന്മാരുടെ പ്രതിഫലം കുറയുമ്പോ വൃദ്ധന്മാര് 40 കഴിഞ്ഞ ഒരു ശിക്ഷക്ക് ഇരട്ടി കൂടുതലാ, ശക്തി കൂടുതലാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ ചിന്തിക്കും. അതിന് ഈ 60ന്റെ ശൈഖുൻ സാനി ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു, വ്യഭിചാരിയായ വയോവൃദ്ധൻ. അതിന് ഈ 40 വയസ്സ് കഴിഞ്ഞ 50, 60, 70, 80 വയസ്സുള്ളവർ എവിടെ വ്യഭിചാരിക്കാൻ പോകാനാണ്? ചിന്തിക്കൂലേ, എവിടെ വ്യഭിചരിക്കാൻ പോകാനാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, കണക്കുകൾ നിരത്തി കാണിച്ചു തരാം. ഈ കഴിഞ്ഞ ഒരു വർഷം തന്നെ എടുക്കട്ടെ, 2018 വർഷം എടുത്തോ, 2017, 16 വർഷം എടുത്തോ, ഈ വർഷങ്ങളിൽ ഒരുപാട് പീഡനങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ത്യ എന്നല്ല, കേരളത്തിൽ നിന്നല്ല, ലോകത്ത് വേൾഡ് അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ മാനഭംഗ കേസിന് ഇത് വന്നിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ വന്നിരിക്കുന്നത്, പീഡനങ്ങൾക്ക് പിടിക്കപ്പെട്ടത് ഈ അടുത്ത് തന്നെ കേരളത്തിൽ 35 കുട്ടികളെ മാനഭംഗപ്പെടുത്തിയത് ഒരു വൃദ്ധനല്ലേ? എന്തിനുമാണ് അമേരിക്കയിൽ എന്നും പിടിക്കുന്നത്? എന്നും കെട്ടിയിട്ട് കുടുംബത്തിലിട്ടിട്ട് മകളെ, മരുമകളെ, കുടുംബക്കാരെ പീഡിപ്പിക്കുന്നതിന്റെ പേരിൽ വരുന്ന തെളിവുകൾ ഏതാ? വയോവൃദ്ധന്മാരല്ലേ? വിവാഹിതരായ 40 കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുക. അപ്പൊ എന്ത് ചിന്തിച്ചു നോക്കി നമ്മള്? കൊച്ചി കേരളത്തിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ. നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കുക, അതിൽ മാനഭംഗപ്പെടുന്ന വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള 18ന്റെ മക്കളും 23ന്റെ മക്കളാണോ 40 കഴിഞ്ഞവരാണോ? നിങ്ങളൊന്ന് ചിന്തിക്കണേ ല്ലേ? അപ്പൊ അതുകൊണ്ടാണ്, അതറിഞ്ഞത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവര് പരിശുദ്ധ ഖുർആനും അന്ന് മുത്തായ തങ്ങളൊക്കെ പറഞ്ഞത്, ഇതൊക്കെ വ്യാപിക്കുന്നറിയാം, ഇതൊക്കെ അധികരിക്കുന്നറിയാം. അതുകൊണ്ടാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്, അസ്സാനിയതു വസ്സാനി, വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന പെണ്ണെ, വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന പുരുഷ, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലയോ? വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുപോയി, നിങ്ങൾ വിവാഹം കഴിക്കാത്തവരാണോ? അള്ളാന്റെ ഖുർആൻ പറയുന്നു, അവനെ 100 പൊട്ടുന്ന അടിച്ചാട്ടവാറ് കൊണ്ട് കൊടുത്ത് നാട് കടത്തണേ. പരിശുദ്ധ ഖുർആൻ. ആരെയാണെങ്കിൽ? വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അവന് 100 അടി കൊടുക്കുക, നാട് കടത്തുക. എന്നിട്ട് മുത്തായി തങ്ങള് പറയാ, ഉസ്താദ് പറയുന്നുണ്ടല്ലോ, അവിവാഹിതർ ചെയ്യുന്ന പക്ഷം 100 അടി അടിക്കേണ്ടതാണെന്നുണ്ട് ഖുർആൻ നടപടി. അതുമാത്രമല്ല, പരസ്യമായി ഇത് ചെയ്യണം, 1 വർഷമിൽ കുറയാതെ നാടുകടത്തണം. വിവാഹിതർ ചെയ്താൽ
വിവാഹിതർ ചെയ്താൽ എറിഞ്ഞു വധിക്കണം എന്നുള്ളത് നബിയാജ്ഞയാണെന്നോർക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഖുർആനിലും അല്ലാഹുവിന്റെ റസൂലും പറയുകയാണ്, ഇനി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടത് വിവാഹിതനാണോ അവൻ വിവാഹം കഴിച്ച് ഭാര്യയുള്ളവനാണോ അവനെ എറിഞ്ഞു കൊല്ലണേ. ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ എറിഞ്ഞു കൊല്ലണോന്ന് ദുനിയാവിലിട്ട് തന്നെ പരസ്യമായി ജനങ്ങളുടെ മുന്നിലിട്ട് എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. വിവാഹം കഴിച്ച് കണ്ട കാഠിന്യത കണ്ടു എന്റെ പ്രിയപ്പെട്ടവരെ. 40 വയസ്സ് കഴിഞ്ഞു, വിവാഹിതനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞാൽ 40-ന് താഴോട്ടുള്ളവർക്ക് അതിൽ ബന്ധപ്പെടാന്ന് ഏർപ്പെടാന്നല്ല. അള്ളാഹ് ശക്തമായി എതിർത്തൊരു കാര്യമാണ്. അള്ളാഹിന്റെ റസൂലും ഖുർആനും ശിക്ഷയുടെ കാര്യത്തിൽ 40 വയസ്സ് കഴിയുമ്പോ അല്ലെങ്കിൽ വിവാഹിതനാണെങ്കിൽ ഇതിന് കാഠിന്യം കൂടുതലാ. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കും അതിന് വിവാഹത്ത് വ്യഭിചാരം എന്ന രീതിയിൽ ഏതൊക്കെയാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ അള്ളാന്റെ കോടതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗം വയസ്സന്മാരായ 40 കഴിഞ്ഞ വൃദ്ധന്മാരാണ്. വ്യഭിചാരികളായ 40 കഴിഞ്ഞ വൃദ്ധന്മാരാണ്. അത് പറയുമ്പോൾ ഒരു ചരിത്രം പറയട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയില് കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്ന ആയിരക്കണക്കിന് ഹദീസുകൾ റിവായത്ത് ചെയ്ത അബൂ ഹുറൈറ. ഏത് ഹദീസിന്റെ ഗ്രന്ഥം എടുത്തു നോക്കിയാലും ആരാണ് റാവി ആരാ? അബൂ ഹുറൈറ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ തങ്ങള് അല്ലാഹുവിന്റെ മസ്ജിദുൻ നബവിയുടെ ഒന്നാമത്തെ സഫിൽ വന്നിരുന്നിട്ട് കരയുകയാ. ആരാണ് അബൂ ഹുറൈറ എന്നറിയോ? 95 വയസ്സ് പ്രായമുള്ള പടുകളവനാണ്. നരച്ച താടിയുള്ള അബൂ ഹുറൈറ, തൊലി ചുളുങ്ങിയ അബൂ ഹുറൈറ, നടക്കാൻ കഴിയാത്ത അബൂ ഹുറൈറ, നേരെ നിന്നാൽ ഇതാ ആടി നടക്കുന്ന അബൂ ഹുറൈറ 95-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിരുന്നിട്ട് കരഞ്ഞ് ദുആ എടുക്കുകയാണ്. ദുആ എന്താണ് ദുആ എന്നറിയോ? അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനസ് സിനാ. അല്ലാഹുവേ എന്നെ വ്യഭിചാരത്തിൽ നിന്ന് കാക്കണേ വ്യഭിചാരത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആരാ പറഞ്ഞ? അബൂ ഹുറൈറ. വയസ്സെത്രയാ? 95. ഇത് കേട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു. കരഞ്ഞിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ചെറുപ്പക്കാരൻ ചോദിച്ചു, അബൂ ഹുറൈറ തങ്ങളെ, 95 വയസ്സായി, അടുത്ത് ചെന്നിരുന്ന്, അബൂ ഹുറൈറ തങ്ങളെ, അങ്ങക്ക് 95 വയസ്സായല്ലോ, ഇനി അങ്ങ് ആഗ്രഹിച്ചാൽ പോലും നടക്കൂലല്ലോ തങ്ങളെ. 95 നേരെ നിൽക്കാൻ പോലും കഴിവില്ല, കിടന്ന് ആടിക്കൊണ്ടിരിക്കുക മനുഷ്യൻ. അങ്ങനെയുള്ള പടുകളവനെ വിളിച്ചിട്ട് പറയാ, ആഗ്രഹിച്ചാൽ പോലും നടക്കൂലല്ലോ തങ്ങളെ. ഈ അവസരത്തിൽ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, എനിക്കല്ലേ പ്രായമായിട്ടുള്ളൂ ഇബ്നു പൊന്നുമോനെ, എനിക്കല്ലേ പ്രായമായിട്ടുള്ളൂ, ഇബ്ലീസിന് പ്രായമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ തങ്ങൾ മുത്തായ തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ പൊന്നുമോനെ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു ആണും ഒരു പെണ്ണും ശാരീരികമായി ബന്ധപ്പെടൽ മാത്രമല്ല, തന്റെ കണ്ണുകൊണ്ട് അത് കിളവനാകട്ടെ, അത് 100ന്റെ സെഞ്ചുറി അടിച്ച ഒരു കിളവനാകട്ടെ, അവന്റെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടാൽ അത് വ്യഭിചാരമാണ്. അവന്റെ കാതുകൊണ്ട് സുഖമുള്ള വാർത്ത കേട്ടാൽ അത് വ്യഭിചാരമാണ്. അവന്റെ മൂക്ക് കൊണ്ടൊരു പെണ്ണിന്റെ ഗന്ധം ശ്വസിച്ച് ആസ്വദിച്ചാൽ അത് വ്യഭിചാരമാണ്. അവന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഫോണിലൂടെയാകട്ടെ, അത് വാട്സപ്പിന്റെ വോയിസ് അയച്ചുകൊണ്ടാകട്ടെ, അവന്റെ നാവ് കൊണ്ട് അവൻ എന്തെങ്കിലും അശ്ലീലങ്ങൾ സുഖങ്ങൾ പറഞ്ഞയച്ചാ അത് നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. താജ്ദാറേ മദീന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാം, നാവ് കൊണ്ടുള്ള, കണ്ണുകൊണ്ടുള്ള, കൈ കൊണ്ടുള്ള ഒക്കെ വ്യഭിചാരമുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പേടിച്ചിട്ട് പറയാം, ഞാൻ അതാ പേടിക്കുന്നത്, എന്റെ കണ്ണ് പെട്ടുപോകോ, എന്റെ കാത് പെട്ടുപോകോ, എന്റെ നാവ് അതിൽ പെടുമോ, ഇതാണ് ഞാൻ പേടിക്കുന്നതെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് ഇനിയും വിഷയം കിടക്കാണ്. ഒന്നാമത്തെ വിഭാഗം തീർന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, 3 നേരത്ത് 3 സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ റൂമിലേക്ക് കയറാൻ പാടില്ല.
ഉമ്മായും ഉപ്പായും കിടക്കുന്ന റൂമിലേക്ക് നമ്മുടെ മക്കൾ 5, 6, 4, 3 വയസ്സൊക്കെ ഉള്ള മക്കളുണ്ടല്ലോ, കടന്നു വരാൻ പാടില്ല. ഏതൊക്കെ സമയത്താ? ഒന്ന് ഇശാ നേരം കഴിഞ്ഞാൽ കിടന്നുറങ്ങി ഭാര്യയും ഭർത്താവും ഉമ്മായും അത്തായും അമ്മായും കിടന്നുറങ്ങിയാൽ മക്കൾ അങ്ങോട്ട് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. അമ്മ ഞാൻ കയറിക്കോട്ടെ. അത് 3, 4 വയസ്സായിക്കോട്ടെ, പ്രശ്നമല്ല. പിന്നെ നേരെ സുബഹിക്ക് മുമ്പുള്ള സമയമാണ് ഭാര്യയുടെ അത്താടെ മമ്മാടെ റൂമിലേക്ക് മക്കൾ കടക്കാൻ പാടില്ല. വാതിൽ മുട്ടി അനുവാദം ചോദിക്കണം. 3 വയസ്സുള്ള എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തായി തങ്ങൾ പഠിപ്പിച്ചതിന്റെ ദീൻ എങ്ങനെയാ? ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഉച്ച മദ്യമായിട്ട് ഒരു ഉറക്കമുറങ്ങാ. ആ സമയത്ത് അവൻ കടന്നാലും മക്കളുടെ അടുത്ത് ചാപ്പാടെ അടുത്തും ഉമ്മാടെ അടുത്തും ചോദിക്കണം, ഞാനൊന്ന് കടന്നോട്ടെ റൂമിലേക്ക്, ഉമ്മാന്ന് വിളിച്ചിട്ട് അനുവാദം ചോദിച്ച് കടക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ 4 വയസ്സുള്ള 3 വയസ്സുള്ള മക്കൾ നമ്മുടെ ഔറത്ത് കണ്ട അവർക്കൊന്നും തോന്നൂല. നമ്മുടെ ഔറത്തും തുണി മാറിക്കിടക്കായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് ശരിക്കും ഉറക്ക ശക്തമായ സമയത്ത്. പക്ഷേ നമ്മുടെ ഔറത്തിന്റെ ഭാഗം കണ്ടാലും നമ്മുടെ 4 വയസ്സുള്ള 3 വയസ്സുള്ള മക്കൾക്ക് ഒന്നും തോന്നൂല്ല. പക്ഷേ മുത്തായ തങ്ങൾ പറയാൻ നിങ്ങൾ കാണിക്കാൻ പാടില്ല, സമയത്ത് കേറാൻ പാടില്ല. കാരണം എന്താ? അവരുടെ മനസ്സിലത് പതിയും. അവരുടെ മനസ്സിലെ ഔറത്ത് പതിയും. അത് മനസ്സിന്റെ ഉള്ളിൽ കിടക്കുക അവർക്കൊന്നും തോന്നിയിട്ടല്ല. അതുകൊണ്ട് കാണിക്കരുന്ന് വിശുദ്ധ ദീൻ പഠിപ്പിക്കുമ്പോ 40 കഴിഞ്ഞ 60 70 80 90 100 എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരാണ്? ആ ഔറത്ത് കാണരുത്. മാതാപിതാക്കളുടെ മുന്നിലേക്ക് മക്കൾ കടന്നു വരരുത് എന്ന് പറയുമ്പോ ഈ മാതാപിതാക്കളും ഈ മക്കളും ഈ കുടുംബവുമായി കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരുന്നിട്ട് തമിഴ് സിനിമയിലെ ഡപ്പാങ്കൂത്തൊക്കെ കാണുന്നത്? ഒരുമിച്ചിരുന്നിട്ടല്ലേ കാണാൻ? പാപ്പ അത്തായി അമ്മാടെ കൂടെ വല്യത്തായും കൂടി വന്നിരിക്കും, ജമാഅത്തായിട്ട് ഇരുന്ന് കാണാല്ലേ. ഇതിൽ ഔറത്ത് കാണിക്കാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടാകോ? എവിടെങ്കിലും ഉണ്ട്? അത് ഹറാമല്ലേ? അത് വ്യഭിചാരല്ലേ? 40 കഴിഞ്ഞ് ഒരു പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ, നിന്ന് കൊടുക്കല്ലേ. അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അങ്ങനെ പെട്ടുപോയാൽ നാളെ അള്ളാന്റെ കോടതിയിൽ ഏറ്റവും മാറ്റി നിർത്തപ്പെടുന്ന, വെറുക്കപ്പെടുന്ന, മിണ്ടാത്ത, അള്ളാഹ് ഒറ്റപ്പെടുത്തുന്ന വിഭാഗം നിങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.